കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ത്യൻ മതനിരപേക്ഷത നേരിടുന്ന സീരിയസ് ആയിട്ടുള്ള ത്രെട്ടിനെ കുറിച്ച് അവരെപ്പോഴെങ്കിലും വിശദമായി സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഗുജറാത്ത് കലാപത്തിൽ ഭരണകൂടത്തിൻ്റെ ആസൂത്രണം ഉണ്ടെന്നും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരകളാക്കപ്പെട്ട ആളുകൾ മുസ്ലിങ്ങളാണ് എന്ന് ആ പാർട്ടി എവിടെയെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? അത് ഹിന്ദുത്വ ഫാസിസം ഈ ഇന്ത്യയിൽ കൊന്നുതള്ളിയ മുസ്ലിം മനുഷ്യരുടെ കുറിച്ച് സംസാരിക്കാൻ ആ പാർട്ടി ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഏറ്റവും അവസാനം രാജസ്ഥാനിലൊക്കെ ഉണ്ടാകുന്ന കലാപങ്ങളുടെ പരിസരത്തേക്ക് പോകാൻ രാഹുൽ ഗാന്ധി പോലും തയ്യാറാവാത്തത്. അപ്പോൾ കോൺഗ്രസിൽ നിന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? രാമക്ഷേത്രം ഉയർന്നു വരുമ്പോൾ ബാബരി മസ്ജിദ് പൊളിച്ചെടുത്താണ് ആ ക്ഷേത്രം നിർമ്മിക്കുന്നത് എന്ന രാഷ്ട്രീയ വാചകം പറഞ്ഞാൽ ആ പാർട്ടിക്ക് പേടിയാണ്. അപ്പോൾ ഉത്തരേന്ത്യൻ ഹിന്ദുത്വയുടെ ഒരു പാർട്ടിയാണ് ഇപ്പോഴും കോൺഗ്രസ് എന്നാണ് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം. കലാപങ്ങൾക്കെതിരെ സംസാരിക്കാത്ത, കലാപങ്ങളുടെ ആസൂത്രകരെ പിടികൂടാത്ത, കലാപങ്ങളിൽ കൊല്ലപ്പെട്ട സ്വന്തം മനുഷ്യരെ പോലും ഒറ്റുകയും മറന്നുകളയും ചെയ്യുന്ന ഒരു പാർട്ടി ഇനിയും വിജയിച്ച് വന്നിട്ട് എന്താണ് കാര്യം? നഷ്ടപ്പെട്ട മതനിരപേക്ഷ അടിത്തറയെ വീണ്ടെടുക്കലാണ്. അതിന് ഈ പാർട്ടിക്ക് പറ്റുമോ? പറ്റില്ല. ഈ പാർട്ടി കൊണ്ട് അങ്ങനെ ഒരു പരിപാടി ഈ പാർട്ടിക്കില്ല, അങ്ങനെ ഒരു നയം ഈ പാർട്ടിക്കില്ല, അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല, അങ്ങനെ കാഴ്ചപ്പാടുള്ള നേതാക്കളില്ല. കോൺഗ്രസിൻ്റെ കയ്യിലിരിപ്പും പ്ലാനും പദ്ധതിയും ഇതാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്.